ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കമ്മൂട്ടർ മകേഷാണ്. അപ്പോൾ ഞാനിവിടുന്ന് കടപ്പയിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് പോവാണ്. ഇവിടെ റാസപ്പേട്ട് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടുന്ന് 6:50 ട്രെയിനുണ്ട്. പക്ഷെ നമ്മളിന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഞാൻ ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ ബാക്കി പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് തുടർന്ന് അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇവിടുന്ന് ആ സിനിമയിൽ നിന്ന് പിന്മാറി ഞാൻ തിരിച്ചു പോവാണ് ചെന്നൈയിലേക്ക്. ഓക്കെ, ഞാൻ താമസിച്ച ഹോട്ടലാണ് പിന്നെ കാണുന്നത്. ഓക്കെ, ഞാൻ ചായ കുടിക്കാറുള്ള ചായക്കടയാണ് കാണാറ്. തിരിച്ചപ്പോൾ റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ബസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഉണ്ടോ? ബസ് ലോക്കൽ ബസ് എടുക്ക ഇങ്ങനെയല്ലോ. ബസ് ഉണ്ടോ? ആ, റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ എന്താ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ? റാസപ്പേട്ട. ആ, അങ്ങേ ബസ് ഉണ്ടോ? ഗോ ടു ബസ്, ലോക്കൽ ബസ് ബസ് ഇല്ലേ? ബസ്, ട്രാവലിംഗ് ബസ്, ലോക്കൽ ബസ്, ഓട്ടോ. ഓക്കെ, ഓക്കെ, next time okay, when you come I don't know. Okay, hero come okay, after becoming hero, Kerala hero. Kerala hero. Oh, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന അവിടെ ഒരു ചായ തന്നേക്കാണ് വരും. അപ്പോൾ അത് കുടിച്ചിട്ട് പോവാം ഇനി എന്തായാലും. അത് റിഹാൻ, ഇത് ഹുസൈൻ, ഇവർ രണ്ടുപേരാണ് ചായക്കടയുടെ മെയിൻ. ഹായ്, ഇതൊരു ഓട്ടോറിക്ഷ ചേട്ടൻ എവിടുന്ന് വന്നതാണ്. इनके रासापेटा रेलवे स्टेशन कितना रुपीस? 30 रुपीस. अच्छा बोलिए, हाथ अच्छा केरला चल जाते That's why I said 30. 30. 30. Okay. 30. Okay. Now next, then not coming here. Andhra. Come. I will come Will come. Travel once more. Why situation, danger situation. Take care of your health. Yes. Take care of your health. कल कितने जने रहे वहाँ? कौन के हीरो ही करगा? विक्रम सर. हाँ हाँ. विक्रम. हाँ. चल गए. അവര് ഷൂട്ട് പോയത് किधर के? किधर? കടപ്പ ഡാം ഇല്ലേ? ഡാം. अटराम में उतर है. അന്ത ഡാമില്ലേ പൊളിഞ്ഞു പോയ? वो जी अनमया डैम इधर है तो इधर नहीं में है तो इधर कहाँ है? हाँ, इधर है तो ड्रम, इधर नहीं. इधर है कोई बोलते हैं क्या? इधर कहाँ से यार? और कितना दिन रहता है भैया? हाँ, और कितना दिन रहता है? എന്താ ഷൂട്ടാ? हाँ. ഷൂട്ടാ ഇന്ന് മുടിയും. ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ. हाँ, रोज लास्ट ആ, ലാസ്റ്റ് ഡേ. ഇൻ ദ പ്ലേസ്. परसा आया था ले तेरे बोला ना वहाँ पे बैठ के तेरे बोला ना और कितना दिन तक रहेगा करके बोला तो 611 का था बोला. ओके, 7 का आया. ओके.
Friendship tea, last tea, bye tea. അപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ലാസ്റ്റ് ടീ ആണെന്ന് പറഞ്ഞിട്ട് ഇവര് പൈസ വാങ്ങിക്കണില്ല. Come back soon. ഐ വിൽ കം. ഓക്കെ, താങ്ക് യു. Okay, bye. ഓക്കെ, താങ്ക് യു റിഹാൻ, താങ്ക് യു ഹുസൈൻ. ഓക്കെ, ഇത് നമ്മുടെ ഓട്ടോറിക്ഷയുടെ പിന്നാലെ വന്ന് കൂട്ടിയിട്ട് പോയത് മസ്താൻ ഇറാനി ചായ. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാറ്. അപ്പോൾ അവർ ലാസ്റ്റ് ഒരു ചായ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തന്നിരിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, കാണാം. ഓക്കെ. ഓക്കെ ചേട്ടാ. ഓക്കെ ഓക്കെ. നമ്മളപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷയ്ക്കാണ്. നമുക്കപ്പോൾ ഒരു 30 രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷ ആണെന്നുള്ള രീതിയിലാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കാണ്. ഓട്ടോറിക്ഷ അപ്പോൾ ഉള്ളുവഴി കൂടെയാണ് പറഞ്ഞത്. പുള്ളി ആദ്യം 40 രൂപയൊക്കെ പറഞ്ഞു. പിന്നെ ആ ചായക്കടയിൽ റിഹാൻ സംസാരിച്ച് 30 രൂപയ്ക്ക് പോവാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ 30 രൂപയ്ക്ക് സമ്മതിച്ചു. നമ്മൾ ഇത്രയും ദൂരം നടക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ 6:50 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈക്ക് ഉള്ളേരിയയിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോ. ഇവിടെ അതേ വഴിയിലൊക്കെ സ്ത്രീകൾ, ലേഡീസ് കോലൊക്കെ വരയ്ക്കുന്നുണ്ട്. കഷ്ടി പോണ രീതിയിൽ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ വഴി നീള പശും കാളയൊക്കെയാണ്. അമ്പലത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. സിനിമ തിയേറ്ററാണെന്ന് തോന്നുന്നു. അടച്ചിട്ടേക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില്ലറ. ശരിക്കും നമ്മളന്ന് സിനിമ കാണാൻ വേണ്ടി നടന്നു വന്ന സമത് തിയേറ്ററിൻ്റെ അടുത്തായിട്ട് ഏകദേശം വരും റെയിൽവേ സ്റ്റേഷൻ. അന്ന് കന്താര എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ ഇവിടെ വന്നിരുന്ന് കണ്ടായിരുന്നു. കന്നഡ പടമാണ്. പക്ഷേ ഇവിടെ ആന്ധ്രാപ്രദേശിലൊക്കെ ഭയങ്കര ജനപിന്തുണയാണ് ആ സിനിമയ്ക്ക്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഈ സമത് തിയേറ്ററിലേക്ക് അന്ന് നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് താഴെ എടുത്തുള്ളൂ നടന്നു വന്നായിരുന്നു. ആ തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകി പോയി 6:50 ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിന് കയറാമെന്ന് വിചാരിച്ചാണ് വന്നത്. രാവിലെ തന്നെ നമ്മൾ പോരാമെന്ന് വിചാരിച്ചു.
കാരണം ഒരു രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായതുകൊണ്ടാണ് പോകണത്. ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് നല്ല ആൾക്കാരാണ് കേട്ടോ. റിഹാനും അതേപോലെ ഹുസൈനും. ഫസ്റ്റ് ഡേ തൊട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് കുറച്ച് മലയാളമൊക്കെ അറിയാം, മലയാളം വേർഡ്സൊക്കെ അറിയാം, പിന്നെ ഇംഗ്ലീഷ് കുറച്ച് അറിയാം. എനിക്കറിയാവുന്ന മലയാളം മാത്രമാണല്ലോ. അപ്പോൾ അവരോട് സംസാരിച്ചിങ്ങനെ എല്ലാ ദിവസവും ഡെയിലി ഞാൻ അവിടുന്ന് ആദ്യമേ ചായ കുടിക്കായിരുന്നു. 4 മണിക്കൊക്കെ എനിക്ക് വീട്ടിൽ ചായ കുടിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവരായിട്ട് വന്നായിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റ് ചായ എന്നുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചായ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ മുമ്പ് അവർ തന്നതാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ ഒരു ഉണങ്ങി വരേണ്ട ഒരു കാലാവസ്ഥയാണ്. ചെന്നൈയിനേക്കാളും ഭയങ്കര ഉണങ്ങി. നമ്മൾ ഈ KGF സിനിമയിലൊക്കെ കാണില്ല, അതേപോലത്തെ ഒരു ഉണങ്ങി വരേണ്ട കാലാവസ്ഥയാണ്. നമ്മളപ്പോൾ റാസൻപേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി ഇരിക്കുകയാണ്. ഓട്ടോ ചേട്ടൻ നമ്മളിവിടെ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇടവഴികളോടെയൊക്കെ കയറ്റിയിട്ട് നമ്മളെ എത്തിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഫാമിലി കാർ ഇട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതാവണം പറ്റുന്നില്ല. അതാണ് സംഭവം. നമ്മൾ റാസൻപേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ പേര് നെയിം? मेरा नाम दस्तिक शेख ദസ്തിക്. അപ്പോൾ യു ഗെറ്റ് മോർ മണി ടുഡേ. ഓക്കെ, ഐ എം ഫ്യൂച്ചർ ടെല്ലർ. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. थैंक्स. ചേട്ടൻ കുഴപ്പമില്ലാത്തൊരു നല്ല മനുഷ്യനായിട്ട്. സാധാരണ ഓട്ടോറിക്ഷക്കാരൊക്കെ കയറി നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് അവസാനം 1 രൂപയ്ക്ക് സമ്മതിക്കും. അവസാനം ഇറങ്ങണ സ്റ്റേഷനിലെത്തുമ്പോൾ അവർ പൈസ കൂടുതൽ ചോദിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഇല്ല. അങ്ങനെ ഒരു ഗുണമുണ്ടായി. സർ 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 सर 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 ചെന്നൈ जाने के हाँ இந்த ട്രെയിൻ പോവും ലാസ്റ്റ് ഒരു ചെന്നൈ ലോക്കൽ ടിക്കറ്റ് ആ ഒരെണ്ണം जनरल टिकट ओके ओके थैंक यू सर हाँ ट्रेन चेन्नई അപ്പോൾ ട്രെയിൻ വന്നു ജസ്റ്റ് നമ്മളതിൻ്റെ മുമ്പിൽ വന്നിരിക്കണം ഇതാണ് ലോക്കൽ ജനറൽ ബോഗിയാണത് ജനറൽ ജനറൽ ഓക്കെ നമ്മളിപ്പോൾ
ജനറൽ ബോഗിയിൽ കയറുകയാണ് ചെന്നൈയിലേക്ക്. ഇവിടുന്ന് 100 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. സീറ്റ് കിട്ടി. എല്ലാവരും നല്ല ഉറക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ആ ചായ കുടിക്കാൻ തോന്നിയതും ആ ഓട്ടോറിക്ഷക്കാരൻ വരാൻ തോന്നിയതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം കൃത്യം നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ കൃത്യമായിട്ട് ട്രെയിൻ വരികയും ടിക്കറ്റ് എടുക്കാൻ സാധിച്ചു. ഒരു സെക്കൻഡിൻ്റെ പോലും ഇതില്ലാതെ. അങ്ങനെ നമ്മൾ 100 രൂപയാണ് കണ്ടോ, 100 രൂപയാണ് നമുക്ക് ഇവിടുന്ന് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷൻ. 6:45 നമ്മൾ നടന്നു വന്നാൽ ഒരിക്കലും ഈ ട്രെയിൻ കിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത ട്രെയിൻ ഉള്ളത് 11:50 അടുത്ത ട്രെയിൻ ഉള്ളത്. നാല് ദിവസമായിട്ട് ഇവിടെ ലൊക്കേഷനിൽ വെള്ളം കിട്ടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റോണൊക്കെ ചെറിയ സ്റ്റോണ് മൂത്രത്തിൽ കൂടെ പോയിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി. ഭയങ്കര സീനാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം. അതേപോലെ വെയിലൊന്നും സഹിക്കാൻ പറ്റണില്ല, ഭയങ്കര സീൻ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടാത്തതാണ് മെയിൻ വിഷയം. നമ്മൾ വെള്ളം കുടിക്കാൻ കിട്ടാത്തവരുണ്ട്, ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടെ പോയിക്കണം. അപ്പം ഞാൻ എന്തായാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെ പ്രൊഡക്ഷൻ ആയാലും അവരെ ഈ സാധനങ്ങളൊക്കെ എത്തിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൃത്യമായിട്ട് എത്തിക്കാറില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നം. അപ്പോൾ എന്തായാലും ഞാൻ നിർത്തിപ്പോരാന്ന് വിചാരിച്ചു. കാരണം ഇതിനേക്കാളും ഡേഞ്ചർ സിറ്റുവേഷനാണ് മധുരയിൽ നിന്നാണ് പറഞ്ഞത്. ഇതിനേക്കാളും ഡേഞ്ചറായിട്ടുള്ള ഏരിയയും വെള്ളവും വെയിലും വെള്ളം കിട്ടാത്ത ഏരിയയാണ്. നമുക്ക് ബാക്കി ഒരുവിധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സഹിക്കാം, പക്ഷെ വെള്ളം കിട്ടാത്തൊരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിവയറ്റിൽ വേദനയും വയറ്റിലൊക്കെ നീർക്കെട്ടൊക്കെ വീണിട്ട് ഭയങ്കര പ്രശ്നവും. പിന്നെ ഈ യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ട് പെയിനാണ്. അതേപോലെ കിഡ്നി സ്റ്റോൺ ഡെവലപ്പ് ചെയ്തിട്ട് അത് പോയിട്ട് ചെറിയ ബ്ലീഡിങ് ഒക്കെ വന്നു മൂത്രമൊഴിച്ചപ്പോൾ. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ്ട് ആൾ ചത്തുപോകും. പിന്നെ അതേപോലെ തന്നെ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കലി ആയിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായി ഇവർ പ്രൊഡക്ഷൻ ആരൊന്നും നമ്മളെ കൊണ്ടുപോയി ആശുപത്രി അങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മൾ തന്നെ അത് ചെയ്യുകയും ചെയ്യണം. നമ്മളിവിടെ തലയിറങ്ങി വീണാലും പ്രശ്നമില്ല. പിന്നെ ഇയർ ബാലൻസൊക്കെ പോയി ഭയങ്കര സീനാണ്. ഞാൻ കുറച്ച് ദിവസമായി ഇവരോട് പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്, ഇത് വെള്ളം നമുക്ക് സെറ്റിൽ കൃത്യമായിട്ട് എത്തിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഡിലേയും പ്രശ്നങ്ങളുമാണ്. അപ്പം നമ്മൾ അതറിണ്ട് ഞാൻ നിർത്താൻ കാരണം ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെന്നൈയിലേക്ക് പോകണം. പക്ഷേ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരധികം ഇല്ല, ആൾക്കാർ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ആളൊന്നുമില്ല, നല്ല തിരക്ക്. നമുക്ക് സീറ്റ് ഇരിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടി. ഇവിടെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്, കറണ്ടിന് കുത്താനായിട്ടുള്ള പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. നമ്മൾ ജസ്റ്റ് സ്ലീപ്പറൊന്നും എടുക്കേണ്ട കാര്യമില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് എടുക്കേണ്ടത് ഏറ്റവും നല്ലത്. ഓക്കെ, അവിടെ നമ്മൾ റാസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. കടപ്പയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് റാസംപേട്ട റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ ട്രെയിൻ കയറിയിരിക്കുന്നത്. ട്രെയിൻ എടുത്തിട്ടില്ല, 6:50 ഈ ട്രെയിൻ എടുക്കുന്നുള്ള ടൈം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് 6:50 ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 11:50 ആകുമ്പോഴേക്കും നമ്മൾ ചെന്നൈയിലെത്തും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്.
ഇത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ പോകണം. ഇവിടുന്ന് നേരെ നമ്മൾ ചെന്നൈയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കണേ. അതാണ് നമ്മുടെ ചെന്നൈയിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞോണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഒരു രീതിയിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റണില്ല. ഇപ്പം കടപ്പയിൽ ഇന്ന് ഒരു ദിവസം കൂടിയും ഷൂട്ടിംഗ് ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ മധുരയ്ക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യണത്. മധുരയിൽ ഇതിനേക്കാളും ഡേഞ്ചർ സിറ്റുവേഷനാണെന്ന് പറഞ്ഞത്. ഇപ്പം 3-4 ദിവസമായിട്ട് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടാത്തവരുണ്ട്. യൂറിനൊക്കെ അതായത് ചുമന്ന നിറത്തിൽ പോകുന്ന രീതിയിലേക്കായി. റെഡ് കളറിൽ യൂറിൻ പോകുന്ന പോലെയായി. അതുമാത്രമല്ല നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ ആ കിഡ്നി സ്റ്റോണൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ സ്റ്റോണ് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ആ സമയത്ത് അത് സ്ക്രാച്ച് വന്നിട്ട് ബ്ലഡൊക്കെ വരുന്ന രീതിയിലേക്ക് സിറ്റുവേഷൻ മാറി. അപ്പോൾ നമുക്ക് അടിവയറ്റിൽ വേദനയും അതൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെയിൻ സഹിച്ചുകൊണ്ട് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം നേരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ ലൈഫും അതേപോലെ ജീവനുമുള്ള ഏറ്റവും വലുത്. അപ്പോൾ ഞാനപ്പോൾ ഈ ഇപ്പോൾ അഭിനയിക്കാൻ വന്ന സിനിമയിൽ നിന്ന് നേരെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ എടുത്തു. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാസപേട്ട ഇതിൽ നിന്ന്, അതായത് റാസപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈക്കുള്ള ട്രെയിനാണിത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരന് അവിടെ വരാൻ സാധിച്ചത്. അയാൾ 30 രൂപ കൊടുത്തെങ്കിലും നമുക്കത് ആ സമയത്തിന് ഒരു വില ഉണ്ടല്ലോ. ആ സമയം നമുക്ക് കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. കൃത്യം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരികയും കൃത്യം ട്രെയിനും ഒപ്പത്തിന് വരികയും നമുക്ക് ആ ട്രെയിനിൽ സീറ്റ് കിട്ടുകയും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പം ട്രെയിൻ അപ്പോൾ ഇവിടെ നമ്മളൊരു 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസമല്ല 6 ദിവസം ഉണ്ടായിരുന്നു. അതിൽ 5 ദിവസം നമുക്കിവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്നോടെ അവിടെ ഷൂട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഷൂട്ടിന് ഞാൻ പോയില്ല. ഇന്നലെ തീരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ തീർന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഷൂട്ട് നീളുന്നതനുസരിച്ച് വീണ്ടും എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടി പ്രോബ്ലം ആവാൻ സാധ്യതയുള്ള കാരണമാണ് ഞാൻ പോണത്. സൂര്യൻ ഉണ്ടാവും ഉദിച്ചതിന് ശേഷം ആകാശത്തേക്ക് പൊന്തി വരുന്നുള്ളൂ. അങ്ങനെയാണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് തോന്നുന്നത്. ഓക്കെ എന്നാൽ ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കമോണ്ടർ മഹേഷാണ്. ഇപ്പോൾ ട്രെയിൻ ഏതൊരു സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി, ഒരു അരമണിക്കൂറായി പിടിച്ചിട്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പിടിച്ചിട്ടാണ് അരമണിക്കൂറായി പിടിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് പ്രശ്നം കൊണ്ട് ഞാൻ കടപ്പയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് തിരിച്ചു പോകണം. രാവിലെ 6:50 ട്രെയിനാണ് കയറിയത്. ഇത് ഏകദേശം 11:50 ചെന്നൈയിലെത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിൻ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. കുറേ പേര് കടന്നുറങ്ങുന്നുണ്ട്. മൊത്തത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ആൾ കുറവാണ്.
നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാറിൻ്റെ പടച്ചോൻ്റെ തിരക്കഥകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഞാൻ വായിക്കാനുള്ള എൻ്റെ പടച്ചോൻ്റെ തിരക്കഥകൾ. ദൈവത്തെ ചിരിപ്പിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക. പടച്ചോൻ്റെ തിരക്കഥകൾ, ശ്രീനിവാസൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കുകളാണ്. ദൈവത്തെ ചിരിപ്പിക്കാൻ എളുപ്പമാർഗമുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് എന്തായാലും കുറച്ച് നേരം ഇരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ട്രെയിൻ അവിടേക്ക് എത്തുമ്പോഴേക്കും സമയമെടുക്കും, ചെന്നൈയിലെത്തുമ്പോഴേക്കും നല്ല സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബുക്ക് ഇരുന്ന് വായിക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. ഓൾറെഡി ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഏതാ സ്ഥലമെന്നൊന്നും അറിയില്ല. നമ്മൾ കടപ്പയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഏതൊരു സ്ഥലമാണ്. അവിടെ ഒരു നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു അപ്പുറത്ത് കാണുന്നുണ്ട്. ആ ഹൈവേ കൂടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ട്. കുറേ പേര് ട്രെയിന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാധനങ്ങൾ. മൊത്തം സ്കിന്നൊക്കെ പോയി, മുഖമൊക്കെ ആകെ ഡള്ളായി. ഇവിടെയൊക്കെ സ്കിൻ പൊളിഞ്ഞു പോയി. ഇതല്ല മെയിൻ വിഷയം. മെയിൻ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനും ബാക്കി പ്രോബ്ലംസാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് എന്തും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. പെട്ടെന്ന് നമ്മുടെ ശാരീരിക അവശതകൾ കൂടും. വെറുതെ അല്ല, മുല്ലപ്പെരിയാറൊക്കെ ഇഷ്യൂ ഇത്ര വലിയ ശക്തമായിട്ട് നിൽക്കാൻ കാരണം അതാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വൻ പ്രോബ്ലം തന്നെയാണ്, വെള്ളം കിട്ടിയില്ലെങ്കിൽ. യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പടച്ചോൻ്റെ തിരക്കഥകളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓക്കെ, ബൈ. 1-2 ദിവസങ്ങൾക്ക് ശേഷം ഡൈനിങ് റൂമിൽ ഞാൻ മാത്രമായപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ പ്രഭാകർ പറഞ്ഞു, ഞങ്ങൾക്ക് പെരിയ കെട്ടകാലം സാർ, ജോലിസൻ ചൊല്ലിച്ച് ഇപ്പോൾ ഇരിക്കറ് വീട് മാറിത്താനാകണം, ഇല്ലെന്നാൽ യാരാവത് ഒരാൾ കൂടെ ഉടനെ സത്തു പോകും. ഭഗവാനെ, വീട് മാറിയില്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ കൂടി ഉടനെ മരിച്ചു പോകുമെന്ന്. എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ വീട് മാറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പ്രഭാകർ വേദനയോടെ പുഞ്ചിരിച്ചു. ഞങ്ങൾ എഴങ്കൽ കടവൾ നിനക്കരുത് നടക്കട്ടും. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തട്ടി. നമ്മൾ ശ്രീനിവാസൻ സാറിൻ്റെ പടച്ചോൻ്റെ തിരക്കഥകൾ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഏതൊരു സ്ഥലത്തെത്തി. നല്ല വെയിലുണ്ട്. ഇവിടെയും ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കടപ്പയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വെയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വെയിലുമല്ല, ഒന്നുമല്ല. എനിക്ക് തോന്നണം ആ വെയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഒരു വെയിലായിട്ട് നമുക്ക് തോന്നണില്ല. കണ്ടോ? അപ്പോൾ നമ്മൾ പുസ്തക വായനയിലേക്ക് തിരിച്ചു പോവാണ്. നാങ്കൾ ഏഴകൽ, എങ്കിൽ പിന്നെ വച്ച് താമസിക്കാതെ വീട് മാറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പ്രഭാകർ വേദനയോടെ പുഞ്ചിരിച്ചു. നാങ്കൾ ഏഴുകൽ കടവുൾ നിനക്കറുത് നടക്കട്ടും. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തട്ടി. പണ്ട് അച്ഛൻ ബസ് സർവീസ് നടത്തി വീട് ജപ്തി ചെയ്തു പോയ കാര്യം പെട്ടെന്ന് എന്തിനോ എൻ്റെ ഓർമ്മയിൽ വന്നു. വീടിന് അഡ്വാൻസ് കൊടുക്കാൻ 5000 രൂപയുടെ കവർ അന്ന് വൈകുന്നേരം സത്യം കാണാതെ ഞാൻ പ്രഭാകറിന് കൊടുത്തു. ഹായ് ഗൈസ്, നമ്മൾ റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. റെണിഗുണ്ട എന്ന് പറഞ്ഞിട്ട് പേരിലുള്ള ഒരു തമിഴ് സിനിമ ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ് റെണിഗുണ്ട. ആ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചത് നമ്മുടെ മലയാളത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സനൂഷയാണ്. അപ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത്. റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ, ഇതാണ് റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ. ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയാണ് ഒരുപാട് പേര് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കണ്ടോ? ഇതാണ് നമ്മൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ടോ? ഇവിടുത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു റെണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ.
വണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കാണ് ഒരു സ്ഥലത്ത്. കിടിലൻ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്തിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേക്കാണ്. എന്താ സംഭവം എന്നറിയില്ല. ആരോ ചെയിൻ പിടിച്ച് വലിച്ചതാണോ എന്നൊരു ഡൗട്ടില്ല. അതില്ല, അതുകൊണ്ട് പിടിച്ചിട്ടതാണോ എന്നറിയില്ല. ഓക്കെ, ശരി. നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ, ആന്ധ്രാപ്രദേശിന് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് തീവണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ എത്തിയിട്ടില്ല. 11:50 ചെന്നൈയിലെത്തുന്നതാണ് നമുക്ക് ആദ്യം നമ്മുടെ ഇതുണ്ടായിരുന്നത്, സമയം കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബുക്ക് വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാവലി കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്.